സർ, ടീം UDF വിജയിച്ചു. കരുത്തുറ്റ 4 പേര് കേട്ടാൽ കൈയടിക്കുന്ന വിജയം, 102 സീറ്റ്. ഇനി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ടീം UDFൻ്റെ ഭാവി, ടീം UDFൻ്റെ കെട്ടുറപ്പ്, മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ, മൊത്തത്തിൽ ക്യാബിനറ്റ്, MLA മാരുടെ പെർഫോമൻസ്, വരാൻ പോകുന്ന 5 വർഷം സംഭവബഹുലമാണ്. പ്രത്യേകിച്ചും CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിൽ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഈ വിജയം, ഇപ്പോൾ ലഭിച്ച ഈ വിജയം ഒരു വലിയ ലഹരിയാണ് വാസ്തവത്തിൽ. ആ വിജയം ടീം UDFനെ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? ടീം UDFൻ്റെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടാകും? ടീം UDFൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും? എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ആദ്യം ചോദിച്ച ചോദ്യം, ടീം UDFൻ്റെ കെട്ടുറപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും, ടീം UDFൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ടീം UDF എങ്ങനെയായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്, ഇത് മൂന്നാണല്ലേ ചോദിച്ചത്. അതെ. ഇത് മൂന്നും ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ടീം ക്യാപ്റ്റനെ ആശ്രയിച്ച്. ടീം ക്യാപ്റ്റനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ പെലെ എന്ന് പറയുന്നൊരു ഫുട്ബോൾ കളിക്കാരൻ, ലോകപ്രശസ്തനായ ഫുട്ബോൾ കളിക്കാരനാണ്. അപ്പോൾ പെലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പെലെയുടെ കാലിലെ അടുത്തേക്ക് ഈ പന്ത് പോകാതാണ് ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നത്, മറ്റു കളിക്കാരില്ല. പക്ഷെ പെലെ എല്ലാ ഗോളും പെലെക്ക് അടിക്കാൻ ഒക്കത്തില്ല, കാരണം പെലെയുടെ ചുറ്റും ആൾ നിൽക്കുകയാണ്. പെലെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾ പോസ്റ്റിനടുത്ത് നിൽക്കുന്ന നല്ല സാധ്യതയുള്ള തൻ്റെ സഹപ്രവർത്തകൻ്റെ അടുത്തേക്ക് ഈ പന്ത് കൊടുക്കും, ഗോൾ പാസ് ചെയ്യും. പെലെയുടെ പന്ത് പാസ് ചെയ്യുന്നതിലാണ് പെലെ കാണിക്കുന്ന അസാധാരണമായ വൈദഗ്ധ്യം. ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് എവിടെ നിൽക്കുന്നോ അയാളുടെ കാലിലേക്ക് പന്ത് ചെല്ലും, അയാൾ ഗോളടിക്കും. പെലെ ഇതങ്ങോട്ട് കൊടുത്തെങ്കിലല്ലേ ഗോളടിക്കാൻ ഒക്കുള്ളൂ. അതെ. പെലെക്ക് ചെയ്യാനൊക്കത്തില്ല, പെലെക്ക് നേരെ പോയി ഗോളടിക്കാൻ ഒക്കില്ല. അതിൻ്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എല്ലാ ഗോളും താൻ തന്നെ അടിക്കണം എന്ന് പെലെ തീരുമാനിച്ചിരുന്നു എങ്കിൽ പെലെക്ക് ഒരിക്കലും ലോകപ്രശസ്തനായ ഒരു ഫുട്ബോൾ മാന്ത്രികനാകാൻ കഴിയുമായിരുന്നില്ല, ചരിത്രത്തിൽ ഇടം നേടാനും കഴിയുമായിരുന്നില്ല. കാരണം അതിന് അദ്ദേഹത്തെ തടഞ്ഞ് പല ആളുകൾ കളിക്കാതെ നിൽക്കുകയാണ്. ഇവിടെ ടീം UDFൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ ടീം ഉണ്ടാകണം. ആദ്യം കഴിവുള്ള സഹപ്രവർത്തകരുണ്ടാകണം, അഴിമതി തൊട്ടു ധരിക്കാത്ത മന്ത്രിമാരുണ്ടാകണം, ഇച്ഛാശക്തിയുള്ള മന്ത്രിമാരുണ്ടാകണം. തൻ്റെ സെക്രട്ടറിയുടെ അടിമയായിരുന്നിട്ട് സെക്രട്ടറി ഗുണനചിഹ്നം ഭരിച്ചിരിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളെ മന്ത്രിമാരാക്കിയാൽ ഒരു ഭരണവും നടക്കില്ല. മന്ത്രിക്ക് അധികാരമുണ്ട്. സെക്രട്ടറി ഏത് എഴുതിക്കൊണ്ട് വന്നാലും, എന്ത് ഒബ്ജക്ഷൻസ് എഴുതിക്കൊണ്ട് വന്നാലും ഒബ്ജക്ഷൻ ഓവർറൂൾ ചെയ്യാനുള്ള അധികാരം മന്ത്രിക്കുണ്ട്. പക്ഷെ തൻ്റെ അധികാരം എന്താണെന്ന് മന്ത്രിക്ക് അറിയത്തില്ലെങ്കിൽ അത്തരൊരു മന്ത്രിയാണ് മന്ത്രിസഭയിൽ ഉള്ളതെങ്കിൽ അയാളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? വലിയൊരു പരിധിവരെ ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ പ്രയോഗിക്കാൻ കഴിയുന്ന മന്ത്രിമാർ. ഉദാഹരണത്തിന് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചാണ് TM ജേക്കബ്, നന്നായിട്ട് അധികാരം ഉപയോഗിക്കുന്ന മന്ത്രിയാണ്. മന്ത്രിക്കറിയാം എന്താ മന്ത്രിയുടെ അധികാരം. മാണി സാറ് എത്ര കുരുങ്ങിയ ഫയൽ എടുത്തുകൊണ്ട് വന്നാലും, ഏത് മിടുമിടുക്കൻ എന്തെല്ലാം ഒബ്ജക്ഷൻ എഴുതിക്കൊണ്ട് വന്നാലും മാണി സാറിന് അറിയാം അതെങ്ങനെ ഓവർറൂൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് എവിടെ കൊണ്ട് തന്നാലും ഒരിക്കൽ ഞാൻ അതിലെ ലൂപ്പ് ഹോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ഒരിക്കൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ആൾ ഫയലുമായിട്ട് വന്ന്, അപ്പോൾ അദ്ദേഹം, ഞാനതിൻ്റെ പേര് പറയാൻ ശരിയല്ല, അദ്ദേഹം ഫയൽ ഇങ്ങനെ നോക്കി ചോദിച്ചു, നിങ്ങൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. 2 ചോദ്യം ചോദിച്ചു. ഇതെല്ലാം പറഞ്ഞാൽ ഇത് ഓവർറൂൾ ചെയ്യണോ അതോ മര്യാദയ്ക്ക് വൃത്തിയായിട്ട് ഫയൽ എഴുതിക്കൊണ്ടുവരുന്നു? ഫയലെ കുഞ്ഞു കളിക്കരുത്. മനസ്സർ അത്ര ക്ഷുഭിതനായിട്ട് ഞാൻ കണ്ടില്ല. ഫയലെ കുഞ്ഞു കളിക്കരുത്. ഫയൽ എഴുതുമ്പോൾ സത്യസന്ധമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. അല്ല ചുമ്മാ ഗവൺമെൻറ്റിനെ കുരുക്കാനുള്ള ഫയൽ എഴുതിക്കൊണ്ട് വന്നാൽ അതിന് മറുപടി പറയേണ്ടത് മറ്റൊന്നും മാത്രമല്ല, താൻ ഇവിടെ കുരുങ്ങി കിടക്കുകയും ചെയ്യുമെന്ന് പറയും. ഫയൽ എടുത്ത് കൊടുത്തു, മിനിറ്റിനാണ് ഫയൽ കൊണ്ടുവന്നു. അതാണ് മന്ത്രി. അതേസമയം എവിടെയെങ്കിലും കൊണ്ട് MM മണിയും മന്ത്രിയല്ലായിരുന്നു. ഫയൽ വായിക്കാൻ എഴുതാനല്ലോ MM മണിക്ക് അറിയാം. ഇവിടെ ഗുണനചിഹ്നം കൊടുക്കുന്നില്ല. ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ കുറേ ഗുണനചിഹ്നം ഇട്ടേക്ക് അവിടെ എല്ലാം ഒപ്പിടും. അതുപോലെ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കും, അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അങ്ങനെയുള്ള മന്ത്രിമാരെ അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് നല്ല ഇച്ഛാശക്തിയുള്ള മന്ത്രിമാർ. R ബാലകൃഷ്ണനുള്ള നന്നായിട്ട് ഫയൽ പഠിക്കുന്ന ആളായിരുന്നു. അതെ. R ബാലകൃഷ്ണനുള്ള, TM ജേക്കബ്, മാണി സാറ്, ഇങ്ങനെ നല്ല മന്ത്രിമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ അവരേക്ക് പോകുന്നില്ല. അത്ര നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ ടീമിൻ്റെ ക്യാപ്റ്റന് കഴിയണം. അപ്പോൾ ടീം UDF എന്ന് പറയുന്നതിൻ്റെ ആര്യ ചോദിച്ചതുപോലെ അതിൻ്റെ കരുത്ത് നിൽക്കുന്നത് ആ ടീം ക്യാപ്റ്റനെയാണ്. ടീം ക്യാപ്റ്റൻ അതിലേക്ക് സെലക്ട് ചെയ്യണം.
അതായത് തൻ്റെ ക്യാബിനറ്റിലേക്ക് എടുക്കുന്ന ആളുകൾ ആരൊക്കെ വേണം, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. വെറും ജാതിമത പരിഗണന മാത്രം വെച്ച് മന്ത്രിമാരെ എടുത്താൽ അത് പരിപൂർണമായും പരാജയമായിരിക്കും. സാർ, കഴിവ് നോക്കണം. ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം നിൽക്കുന്നത്. വകുപ്പുകളെല്ലാം കുത്തഴിഞ്ഞു കിടക്കുന്നു. അതായത് നീണ്ട 10 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് സംഭവിച്ചത് ആഭ്യന്തര വകുപ്പ് മുതൽ പൊതുഭരണ വകുപ്പ് മുതൽ എല്ലാ വകുപ്പുകളിലും അഴിമതി, കെടുകാര്യസ്ഥത, ഈ പറഞ്ഞതുപോലെ ഉദാസീനത, അലംഭാവം, ഇങ്ങനെ സർവത്ര ചാളാകുളമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരമേൽക്കുന്ന ഈ ടീം UDFന് പിടിപ്പത് പണിയുണ്ടാകുമെന്ന് തീർച്ചയാണ്. ഒന്ന്, ഈ കുത്തഴിഞ്ഞു പോയ വ്യവസ്ഥയെ വീണ്ടും അച്ചടക്കമുള്ളതാക്കി മാറ്റണം. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ജാതി, മത, സാമുദായിക പരിഗണനകൾ നോക്കി മന്ത്രിമാരെ വെച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടക്കാരെ സ്ഥാനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇങ്ങനെ നിരവധി വെല്ലുവിളികളാണ് ടീം UDFനെ കാത്തിരിക്കുന്നത്, ടീം UDFൻ്റെ ക്യാപ്റ്റനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM-ഉം LDFും നമുക്കറിയാം ഒരു കേഡർ സ്വഭാവമുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാപ്റ്റന് വലിയ സേ ഉണ്ട്. ക്യാപ്റ്റന് തീരുമാനിക്കാം. ക്യാപ്റ്റൻ പറയണത് വേണ്ട, ഈ ആൾ വേണ്ട. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 2006-ൽ VS മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അന്ന് AK ശശീന്ദ്രനെ മന്ത്രിയാക്കണമെന്ന് വലിയ സമ്മർദ്ദമുണ്ടായി. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ VSനോട് നേരിട്ട് പറഞ്ഞു അത് വേണ്ട. അന്ന് ആക്കിയില്ല. അതിൻ്റേതായ ഗുണം ആ സർക്കാരിന് ഉണ്ടാകുകയും ചെയ്തു. അത് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത് ഇവിടെയും അതുപോലെ UDFന് അല്ലെങ്കിൽ UDFൻ്റെ ടീം ക്യാപ്റ്റന് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിന് ടീം UDFനെ അല്ലെങ്കിൽ ടീം UDFിലെ ഘടകകക്ഷികൾ അതിനുള്ള ഒരു വിശാല മനസ്കത കാണിക്കുമോ? അല്ല, ഈ ഗവൺമെൻറ് അവസാനം വന്ന കോൺഗ്രസ് ഗവൺമെൻറ് 2011 മുതൽ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റായിരുന്നു. ഉമ്മൻചാണ്ടി നല്ല ഇച്ഛാശക്തിയുള്ള മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നം 2 പേരുടെ പിന്തുണയിലല്ലേ ആ ഗവൺമെൻറ് കേവലം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. പക്ഷേ പുതിയതായിട്ട് വരുന്ന മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നമില്ല. കാരണം 102 പേരുടെ പിന്തുണയുണ്ട്. അതിലേത് ഘടകകക്ഷി മാറിയാലും, ഏറ്റവും വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗ്, അവർക്ക് 22 പേരാണ്. മുസ്ലിം ലീഗ് മാറിയാലും ഗവൺമെൻറ് നിൽക്കും, കേരള കോൺഗ്രസ് മാറിയാലും ഗവൺമെൻറ് നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം ഘടകകക്ഷികളെ ഏതെങ്കിലും ഒന്നിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ തന്നെ ഗവൺമെൻറ് രൂപീകരിച്ച് ഗവൺമെൻറ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പ്രഷറിൻ്റെ പ്രശ്നമില്ല. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരാൾ ധീരമായി തീരുമാനം എടുത്താൽ മുഖ്യമന്ത്രിയുടെ പുറകെ പാർട്ടി പൊക്കോളും. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കുന്നതിന് ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് സോണിയാഗാന്ധിയായിരുന്നു. സോണിയാഗാന്ധിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ പോർട്ടില്ലാതെ എൻ്റെ സ്റ്റേറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കത് പോയേ മതിയാകൂ. അദാനി എന്നുള്ളതല്ല, അദാനിയാണ് ലോവസ്റ്റ് ബിഡ് കൊടുത്തിരിക്കുന്നത്, അദാനിയാണ്. അല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല, വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദാനിക്ക് കൊടുക്കുകയല്ലാതെ എനിക്ക് മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, അദാനിക്ക് കൊടുത്തേ പറ്റൂ. നോ എന്ന് സോണിയാഗാന്ധി പറഞ്ഞാൽ പോലും ഉമ്മൻചാണ്ടി വഴങ്ങണമെന്നില്ലായിരുന്നു. ഒരു കാര്യം. 2, അതിനെ ആ സോണിയാഗാന്ധിയുടെ നോയെ മറികടക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഡൽഹി പോകുമ്പോഴൊന്നും ഈ നമ്പർ 10 സർദാർ ജംഗി പോയി അതിൻ്റെ വാതൊക്കെ പോയി നിന്ന് കീഴുകയൊന്നും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം കേരള ഹൗസിൽ നിന്നു, കാര്യം കഴിയുന്നു, തിരിച്ചു പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയോളൂ. ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മുട്ടിന് RSSനെ ചീത്ത വിളിക്കുന്നു ഇല്ല? കേട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം RSSനെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ വല്ലാതെ സ്തുതി പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രിയങ്കാജി, പിന്നെ എന്താ രാഹുൽജി, അവരുടെ മക്കൾജി, സോണിയാജി, ഇതൊന്നും ഉമ്മൻചാണ്ടി പറയത്തില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ആകെപ്പാടെ ഒരു ബാധ്യത വന്നത് ഈ മലയാള മനോരമയുടെ സപ്പോർട്ടാണ്. അതാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു പരിമിതമാക്കിപ്പെടുത്തിയത്. ആവശ്യമുള്ളിടത്ത് അനാവശ്യമായി ഈ മനോരമ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വായിക്കുന്ന ആളുകൾക്ക് ഒരുമാതിരി അസ്വസ്ഥത തോന്നും. മനോരമ സ്പോൺസർ ചെയ്യുന്നതാണ് ഉമ്മൻചാണ്ടി എന്ന് നമ്മൾ തോന്നും. മനോരമ സ്പോൺസർ ചെയ്യാനൊന്നും ഉമ്മൻചാണ്ടി അതിനകത്ത് നിൽക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ പോലെ തന്ത്രശാലിയായിരിക്കണം, ഇച്ഛാശക്തിയുള്ള ഒരാളായിരിക്കണം. ഉമ്മൻചാണ്ടി ചെയ്ത കാര്യം എന്താണ്? മെട്രോ ഉമ്മൻചാണ്ടി കോൺട്രിബ്യൂഷനില്ലേ, വിഴിഞ്ഞം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനല്ലേ, പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനല്ലേ. അപ്പോൾ ഇതൊക്കെ ഉമ്മൻചാണ്ടി ചെയ്തത് ഉദ്ഘാടനം ചെയ്യല്ലേ ഉള്ളൂ പിണറായി വിജയൻ ചെയ്തത്. സത്യത്തിൽ നമ്മുടെ ഈ ദേശീയപാത വികസനത്തിന് പോലും തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഈ മുടങ്ങിക്കിടന്ന് 40 വർഷം മുടങ്ങിക്കിടന്ന് അങ്ങേക്കറിയാമല്ലോ, കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത്.
അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് പുനരാരംഭിക്കുന്നത്. അല്ല, അവിടെ എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, ഈ ദേശീയപാത വികസനം വന്നപ്പോഴേ 30 മീറ്റർ മതി ദേശീയപാതയുടെ വീതി എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിക്കാനുള്ള കാരണം ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകളെല്ലാം കൂടെ നിവേദനം കൊടുത്തു. അപ്പോൾ അവരെ ഒഴിപ്പിച്ചാൽ അവർ വേദനിക്കും. ഉമ്മൻചാണ്ടി വലിയ മനുഷ്യ സ്നേഹിക്കുക, പക്ഷേ അതൊന്നും ഈ വികസനവുമായി ബന്ധപ്പെടുമ്പോൾ അത് പറ്റുകയില്ല. 30 മീറ്ററിൽ ഒതുക്കി നിർത്തണം ദേശീയപാതയുടെ വികസനമെന്ന് ഉമ്മൻചാണ്ടി തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ VM സുധീരനും ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയപാതയുടെ 45 മീറ്റർ ആക്കണമെന്ന് ശക്തമായി തീരുമാനമെടുത്തത് പിണറായി വിജയൻ. അതിനകത്തൊരു കാര്യം കൂടെ ഓർമ്മിക്കണം, ഈ 45 മീറ്റർ ആക്കണമെന്നുള്ള പിണറായി വിജയൻ്റെ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്തതാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് രമേശ് ചെന്നിത്തല ഇതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം നാളത്തെ കേരളം മുന്നിൽ കണ്ടു വേണം ചെയ്യാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നിർത്തി വെക്കേണ്ടി വന്നതല്ലേ പിന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ. അതെ അതെ, ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഭൂമിക്കടിയിൽ കൂടെ ഒരു പെട്രോൾ ബോംബ് വരുന്നു. നാച്ചുറൽ ഗ്യാസാണ് പോകുന്നത്, അല്ല ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല പോകുന്നത്. അത് തീ പിടിക്കുന്ന അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉള്ള ഗ്യാസ് അല്ല. അതുപോലും മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ പോലും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ നമ്മുടെ വികസനത്തിന് അനിവാര്യമാണ്, അത് നടത്തിയേ പറ്റൂ, സമയബന്ധിതമായി തീർക്കണമെന്ന് ജിജി തോംസൺ പറഞ്ഞപ്പോൾ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ചീഫ് സെക്രട്ടറിക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഉണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഭരണത്തിൽ ഇടപെട്ടു. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ ലീഗ് ഇടപെട്ടു. പക്ഷേ ഇപ്പോഴത്തെ പുതിയതായിട്ട് വരുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ തടസ്സങ്ങളൊന്നുമില്ല. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേരളം ഭരിക്കാം. ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയുടെ കൂടെ ജനം നിൽക്കും. ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി ചെയ്ത് എന്താണ്, കോൺഗ്രസിനെയൊന്നും അദ്ദേഹം കൂട്ടുപിടിച്ചില്ല, നേരെ ജനങ്ങളിലേക്ക് അങ്ങ് പോവല്ലേ. ഉമ്മൻചാണ്ടി വളരെ ബുദ്ധിയുള്ള മുഖ്യമന്ത്രിയായിരുന്നു. നേരെ ജനങ്ങളിലേക്ക് പോയി, മറ്റ് ഹാർഡിൽസ് ഒന്നുമില്ല, നേരെ ജനങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. അദ്ദേഹം നേരിട്ട് സഹായിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടി മുഖ്യമന്ത്രി ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ ഉമ്മൻചാണ്ടി സൗമ്യനായിരുന്നു. ഇപ്പോൾ കേരളത്തിന് വേണ്ടത് സൗമ്യനായ മുഖ്യമന്ത്രിയല്ല. ഇപ്പോൾ കേരളത്തിന് വേണ്ടത് ശരിക്കു പറഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ പോലുള്ളൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. കുറ്റവാളികളെ, ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലണം. എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. 5, 6, 7 ബലാത്സംഗ കേസിലും കൊലപാതക കേസിലും പ്രതിയായിട്ട് പിന്നെയും ചെല്ലുക, കോടതിയിൽ ജാമ്യം കൊടുക്കുക, ഈ കലാപരിപാടി അവസാനിപ്പിക്കണം. പോലീസുകാർക്ക് തോക്ക് കൊടുത്തിരിക്കുന്നതിനാണ്, വെടിവെക്കാനല്ലേ. ഒരു തന്നെ ഒരു ആട് തോമ ഉണ്ടായിരുന്നല്ലോ, ഒരു 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 പാവപ്പെട്ട പോലീസുകാരൻ, മണിയം പിള്ള എന്നിട്ട് പോലീസുകാരനെ കുത്തിക്കുന്ന എൻ്റെ ആൻ്റണി, എന്തോ ഒരു സ്ഥലത്ത് ആട് ആൻ്റണി പോലീസ് ഇവിടെ ഈ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലായിരുന്നു, പാരിപ്പള്ളി. ഞാൻ ഇത്തരം ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലാനല്ലേ തോക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തിനാ പോലീസിന് തോക്ക്? പോലീസിന് തോക്ക് ഈ പിന്നെ സമരം വരുമ്പോൾ ആകാശത്തോട്ട് വെടിവെച്ച് കാക്കയെ കൊല്ലാൻ മാത്രമല്ല, മോബ് അക്രമകാരിയാളെ മോബിനെ വെടിവെക്കണം. വ്യക്തികൾ അക്രമകാരികളായ കൊടും ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലണം. 4 ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലുക. ആ വെടിവെച്ച് കൊല്ലുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ ജനം നിൽക്കുള്ളൂ. ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി സർക്കാർ സ്ഥലത്ത് പണിതുയർത്തിയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയപ്പോൾ കോടതി ഇടപെട്ടില്ലേ? ആദിത്യനാഥ് മൈൻഡ് ചെയ്തില്ലല്ലോ. ഗവൺമെൻറ്റിൽ അധികാരം എന്തെന്ന് ആദ്യത്തെ നന്നായിട്ട് അറിയാം. കോടതിയെ വെച്ചൊന്നും തടയാനും നോക്കത്തില്ല. കോടതിക്കുള്ള അധികാരമൊക്കെ കോടതിക്കുണ്ട്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനൊന്നും കോടതിക്ക് ഇടപെടാൻ പറ്റുകയില്ല. മര്യാദയ്ക്ക് അവിടെ ഇരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല, അവിടെ ഇരുത്തി കാര്യങ്ങൾ നടത്തി. ഇതുപോലെ ആദിത്യനാഥിനെ പോലൊരു മുഖ്യമന്ത്രിയാണ് എൻ്റെ സംസ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ വികസനം ഉണ്ടായേ പറ്റൂ. ഏത് വികസനം വരുമ്പോഴും മരമൗലികവാദികൾ ഇറങ്ങും. മരമൗലികവാദികളെ പരിസ്ഥിതി പറഞ്ഞു നടക്കുന്ന കുറേ ക്രിമിനലുകളുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ പരിസ്ഥിതിയുടെ പേരിൽ എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്തുന്ന കൊടും ക്രിമിനൽസ് ഉണ്ട്. പിരിവും പുട്ടടിയുമായിട്ട് നടക്കും. അവരൊന്നും പറയുന്നൊന്നും ശ്രദ്ധിക്കരുതെന്നേ. രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ പരിസ്ഥിതിക്ക് പരിക്കേൽക്കാതെ കഴിയുന്നത്ര, കുറച്ചൊക്കെ പരിക്കേൽക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് കടലിൽ ഇറക്കി നിർത്തി കെട്ടിടങ്ങൾ പണിയുന്നു, കായലുകളിലേക്ക് ഇറക്കി നിർത്തി വലിയ സൗധങ്ങൾ പണിയുന്നു, ഹോട്ടലുകൾ പണിയുന്നു. അങ്ങനെയാണ് ടൂറിസത്തെ ആകർഷിക്കാൻ കഴിയുന്നത്. റോഡ് വീതി കൂട്ടുന്നു. റോഡ് വീതി കൂട്ടുമ്പോൾ റോഡിൽ താമസിക്കുന്ന കുറേ പേര് ഒഴിയണം. പക്ഷേ അവർക്ക് വരെ സൗകര്യങ്ങൾ കൊടുക്കണം. അവർക്ക് താമസിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിൽ അവരെ പുനരധിവസിപ്പിക്കണം. പുനരധിവാസം വലിയൊരു പ്രശ്നമാണ്. ഇതിനെല്ലാം വേണ്ടത് ഇച്ഛാശക്തിയാണ്. ആര്യ സൂചിപ്പിച്ച പോലെ കേരളം വലിയൊരു കടക്കടിയിലാണ്. അതൊരു ചലഞ്ചാണ്. സമ്പന്നമായൊരു കേരളത്തിനെ ഏറ്റെടുക്കാൻ ഏതൊരുത്തനും ചെയ്തുകൂടെ? കടക്കണിയിൽ ആയ ഒരു കേരളത്തെ ഏറ്റെടുത്ത് സമ്പന്നമായൊരു കേരളം ആക്കി മാറ്റണമെങ്കിലാണ് നേതാവിൻ്റെ ഇച്ഛാശക്തി കാണുന്നത്. അതല്ലേ? ട്രഷറി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക, ചുമ്മാ വന്ന് ഭരിച്ചാൽ മതി. അതിനാണ് പുതിയ മുഖ്യമന്ത്രിക്ക് പകരം ആര് വന്നാലും മതിയല്ലോ. പുതിയ മുഖ്യമന്ത്രിയുടെ ചലഞ്ച് അതാണ്. കേരളത്തെ ഇന്ന് കമ്മി നിൽക്കുന്ന കേരളത്തെ മിച്ച സംസ്ഥാനമാക്കാൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പറ്റും.
അതിനെക്കുറിച്ച് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിവുള്ള ഒരു ധനമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ശ്രമം നടത്തിയ ധനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിശ്വനാഥ മേനോൻ എന്നാണ്. വിശ്വനാഥ മേനോൻ ചെയ്ത കാര്യം പിന്നെ ഞാൻ പറയാം. എന്തായാലും ശരി, ഇവിടെ ഈ ടീം UDFൻ്റെ ക്യാപ്റ്റന് ധൈര്യമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൻ്റെ പിന്നെ മുഖ്യമന്ത്രിയാണ്. പിന്നെ ആരുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങേണ്ട കാര്യമില്ല. ജനങ്ങളെ ഒപ്പം കൂട്ടി മുഖ്യമന്ത്രിയായ ഒരു നേതാവ് UDFുമായിട്ട് മുന്നോട്ട് പോയാൽ ഘടകകക്ഷിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കകത്തെ ഈ പൊന്നുതമ്പരാക്കന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സമുദായ പ്രമാണിക്കും ചെയ്യാൻ പറ്റില്ല. മതമേലധ്യക്ഷനും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളും. ജനത്തിനെ കൂടെ നിർത്തണം. ആ ജനത്തിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതാണ് സിവിൽ സൊസൈറ്റി. ആ സിവിൽ സൊസൈറ്റിയെ കൂടെ നിർത്താൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള, അഴിമതിയുടെ കറപുരളാത്ത, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, അഴിമതിയുടെ കറപുരളാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചാൽ അദ്ദേഹത്തോടൊപ്പം കേരളം നിൽക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അടുത്ത ഒരു വ്യാഴവട്ടം കേരളം ഭരിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് സാറ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങ് ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കെട്ടുറപ്പ്, അതിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ എല്ലാം ഇടപെടലുണ്ട്. മുമ്പൊരിക്കൽ നമുക്ക് അനുഭവമുള്ളതാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ കേവലം 2 MLAമാരുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരിച്ചൊരു സർക്കാർ, UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കംഫർട്ടബിളായ മെജോറിറ്റി ഉണ്ട്. പക്ഷേ എങ്കിലും ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദം, ഞാൻ ഉദ്ദേശിച്ചത് അന്ന് ലീഗ് ഉയർത്തിവിട്ട 5ാം മന്ത്രി വിവാദം, അതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടായാൽ തന്നെ കോൺഗ്രസ് അതിനെ എങ്ങനെയായിരിക്കും നേരിടുക? അതിനകത്ത് അന്നത്തെ 5ാം മന്ത്രി പോലൊരു വിവാദം ലീഗിൻ്റെ ഭാഗത്ത് ഇനി ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലീഗ് അപകടം മണത്തു. അത് നമ്മൾ വേറൊരു വിഷയമായിട്ട് ചെയ്യേണ്ടതാണ്. ലീഗിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ വരുന്ന മാറ്റങ്ങൾ അത് വരും. ലീഗ് വളരെ ഫ്ലെക്സിബിളാണ്. അവർക്ക് അത്യാവശ്യം ജനാധിപത്യ ബോധമൊക്കെ ഉണ്ട്. അല്ലാതെ അവർ തീവ്രവാദമൊന്നും അങ്ങനെ പറയുന്നില്ല. തീവ്രവാദികൾ ലീഗിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും ലീഗിൻ്റെ ഇതുവരെയുള്ള പൊതുനിലപാടിൽ അതങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. പൊതുവേ ഒരു പൊതുസമൂഹം ചെറിയ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയാലും ലീഗ് അതൊക്കെ തിരുത്തി വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. ഈ ഗവൺമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ലീഗ് തടസ്സം സൃഷ്ടിക്കില്ല. അപ്പോൾ ഇനിയൊരു 5ാം മന്ത്രി വിവാദം ഉണ്ടാവില്ല. ലീഗും തടസ്സം സൃഷ്ടിക്കില്ല. ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും തടസ്സം സൃഷ്ടിക്കില്ല. ഇവർക്ക് രണ്ടുപേരും കഴിയാത്ത കാര്യം കൊച്ചു പാർട്ടികൾക്ക് സിംഗിൾ MLAമാരൊക്കെ. പിന്നെ CP ജോണിനെ പോലുള്ള നല്ല നേതാക്കന്മാരുണ്ട്. അവരെ മന്ത്രിമാരാക്കാം. അതുപോലെ തന്നെ ബേബി ജോൺ, ഷിബു ബേബി വന്നിട്ടുണ്ട്. അപ്പം അവരാരും വികസന കാഴ്ചപ്പാടുള്ള ആൾ. ഇപ്പം ഇവരെല്ലാം ചേർത്ത് നിർത്തി നല്ലൊരു മന്ത്രിസഭയ്ക്കുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. തീർച്ചയായിട്ടും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ 102 സീറ്റുമായിട്ട് അധികാരത്തിൽ കയറുന്ന ടീം UDFന് ഏറ്റവും വലിയ വെല്ലുവിളി 35 പേരുള്ള LDF ആയിരിക്കുമോ, 3 പേരുള്ള NDA ആയിരിക്കുമോ? 35 പേരുള്ള LDFിനേക്കാൾ കരുത്തരാണ് 3 പേരുള്ള NDA എന്ന് അവരെ തെളിയിച്ചാൽ അവർക്കാണ് തലവേദന സൃഷ്ടിക്കാൻ കഴിയുന്നത്. പക്ഷേ NDA MLAമാരുടെ പെർഫോമൻസ് നമ്മൾ കാത്തിരിക്കുന്നതേ ഉള്ളൂ. അവരെങ്ങനെയാണ് MLA എന്നുള്ളതിൽ പെർഫോം ചെയ്യുന്നത്? 3 പേരും പുതുമുഖങ്ങളാണ്, മതി അനുഭവജ്ഞാനമുള്ളവരാല്ല. അത് മതി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പഞ്ചപാണ്ഡവന്മാര് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് 100 പേരോട് അവർ യുദ്ധം ചെയ്തില്ലേ? ഈ 5 പേരിൽ തന്നെ ആരായിരുന്നു? അർജുനനല്ലേ ഉണ്ടായിരുന്നു. അർജുനനായിരുന്നല്ലോ എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോഴായിരം എന്ന് പറയുന്ന പോലെ സവ്യസാചിയായ അർജുനനെ പോലെ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ സംശയിക്കൊന്നും വേണ്ട, UDFന് ഭംഗിയായിട്ട് ഭരിക്കാനുള്ള അവസരമുണ്ട്. അതേസമയം അർജുനൻ ഈ 3 പേരിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ വെള്ളം കുടിക്കും. അല്ലാതെ അവരുടെ പെർഫോമൻസിനെ ഞാനത് കാത്തിരിക്കുകയാണ്. BJPയുടെ MLAമാരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവർ ജനങ്ങളോട് ഇടപെടുന്നത് എങ്ങനെയാണ്, അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. എന്തായാലും ശരി, 3 പേർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ 35 പേരേക്കാൾ പെർഫോം ചെയ്യാനുള്ള അവസരം അവർക്കുണ്ട്. കാരണം 35 പേര് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. 3 പേർക്ക് പ്രതീക്ഷയുണ്ട്. അവർക്ക് ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 3 പേർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും, സംശയിക്കേണ്ട. നമുക്ക് കാത്തിരിക്കാം. പുതിയ സർക്കാർ അധികാരം ഏൽക്കട്ടെ, വരട്ടെ. നമുക്ക് കാത്തിരുന്ന് ഏത് സർക്കാരായാലും നമ്മുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി വരട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.